നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ ഉത്തര നക്ഷത്രക്കാരുടെ ഫലമാണ്. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 12ാമത്തേതായ ഉത്തര നക്ഷത്രം സൂര്യൻ്റെ ഭരണാധികാരത്തിന് കീഴിലുള്ളതും ദാനശീലതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പേരുകേട്ടതുമാണ്. 2026 ജനുവരി മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഗ്രഹചലനങ്ങളാൽ സമ്പന്നമാണ്. സൂര്യൻ തൻ്റെ പുത്രനായ ശനിയുടെ രാശിയായ മകരത്തിലേക്ക് സംക്രമിക്കുന്ന മകരസംക്രമണവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രപഞ്ചഗ്രഹ യോഗവും ഉത്തര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗൗരവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. 2026 ജനുവരിയിലെ ഗ്രഹനിലകളെ ആസ്പദമാക്കി ഉത്തര നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും അവയെ മറികടക്കാനുള്ള ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 2026 തുടക്കം പ്രപഞ്ചത്തിൽ വലിയ ഊർജ്ജ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഉത്തര നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യൻ ജനുവരി മാസത്തിന്റെ ആദ്യ പകുതിയിൽ ധനുരാശിയിൽ സ്ഥിതി ചെയ്യുകയും ജനുവരി 14 മകരരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഈ കാലയളവിൽ ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുകയും വ്യാഴം മിഥുനൻ രാശിയിൽ വക്രഗതിയിൽ തുടരുകയും ചെയ്യും. ഈ ഗ്രഹങ്ങളുടെ സങ്കീർണമായ വിന്യാസം ഉത്തര നക്ഷത്രക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ: മകരൻ രാശിയിൽ ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ, പദവിയിൽ വർധനവ്. ചൊവ്വ ജനുവരി 16 മകരൻ രാശിയിൽ ശാരീരിക ഊർജം, ശത്രുജയം. ശുക്രൻ ജനുവരി 16 മകരൻ രാശിയിൽ കുടുംബസൗഖ്യം, വിവാഹകാര്യങ്ങളിൽ തീരുമാനം. ബുധൻ ജനുവരി 17 മകരൻ രാശിയിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ, ആശയവിനിമയങ്ങളിൽ നേട്ടം. വ്യാഴം മാസം മുഴുവൻ മിഥുനത്തിൽ, പഴയ പദ്ധതികളുടെ പുനർമൂല്യനിർണ്ണയമാണ്. ശനി മാസം മുഴുവൻ മീനത്തിൽ, ഉത്തരവാദിത്തങ്ങളിലും പരീക്ഷണങ്ങളിലും കഠിനാധ്വാനം ഉണ്ടാകും. ഉത്തര നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണെന്നത് നാം ആദ്യം ഓർക്കുക. ജനുവരി 14 സൂര്യൻ മകരൻ രാശിയിലേക്ക് കടക്കുമ്പോൾ അത് ഉത്തര നക്ഷത്രക്കാർക്ക് തൊഴിലിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ച് ഗവൺമെൻറ് തലത്തിലോ ഉന്നത ഉദ്യോഗസ്ഥരോ ആയി ജോലി ചെയ്യുന്നവർക്ക് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് വളരെ അനുകൂലമായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരവും വിശ്വാസവും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. എങ്കിലും ശനി മീനൻ രാശിയിൽ നിൽക്കുന്നതിനാൽ കഠിനാധ്വാനം ചെയ്യേണ്ടിയും വരും. വിജയങ്ങൾ പെട്ടെന്ന് ലഭിക്കുമെങ്കിലും സ്ഥിരതയാർന്ന പരിശ്രമം തുടർച്ചയായ ഫലം നൽകും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് ഈ 26 ഒരു ഭാഗ്യവർഷമാണ്. ജനുവരി പകുതിയോടെ ബുധനും ശുക്രനും ചൊവ്വയിൽ മകരത്തിൽ സൂര്യനൊപ്പം ചേർന്ന് ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. വലിയ ലാഭമുണ്ടാക്കുന്ന കരാറുകളിൽ ഒപ്പിടാൻ ഈ സമയം അനുയോജ്യമാണ്. എന്നാൽ വ്യാഴം മിഥുനത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മാർച്ച് വരെ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതെ മുൻഗണനകൾ വ്യക്തമായി നിശ്ചയിച്ച് മുൻപോട്ട് പോവുക. 2026 തുടക്ക മാസങ്ങളിൽ ഭൂമി, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്ന് ഉത്തര നക്ഷത്രക്കാർ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ശനിയുടെ 9ാം ഭാവത്തിലെ സ്വാധീനം മൂലം ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കും. എങ്കിലും ജനുവരി മാസത്തിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ വലിയ തുക ചിലവാക്കേണ്ടി വന്നേക്കാം. അതിനാൽ ഒരു വ്യക്തമായ ബജറ്റ് തയ്യാറാക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. ഉത്തര നക്ഷത്രം പൊതുവെ വിശ്വസ്തതയ്ക്കും ഉത്തരവാദിത്തത്തിനും പേരുകേട്ടതാണ്. ജനുവരി മാസത്തിൽ ശുക്രൻ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കുടുംബജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും. വിവാഹിതർക്ക് പങ്കാളിയുമായുള്ള നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. എങ്കിലും ജനുവരി ആദ്യവാരം ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം മൂലം ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. സ്നേഹിതർ ശത്രുക്കളാകാതെ നോക്കേണ്ടത് ഈ മാസത്തെ ഒരു വെല്ലുവിളിയാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകാൻ പറ്റിയ സമയമാണിത്. പ്രത്യേകിച്ച് ജനുവരി 16 ശേഷം മംഗളകർമ്മങ്ങളിൽ തീരുമാനമുണ്ടാകും. സാമൂഹികമായ ഒത്തുചേരലുകളിൽ തൊഴിലിടങ്ങളിൽ നിന്നോ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. വിശ്വാസത്തിൽ അധിഷ്ഠമായ ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കും. ഈ മാസം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും കഠിനാധ്വാനവും മാനസിക സമ്മർദ്ദവും അമിതമായ ക്ഷീണത്തിനും കാരണമാകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഈ മാസത്തെ അലട്ടിയേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും ആവശ്യത്തിന് വിശ്രമിക്കുന്നതും ശീലമാക്കുക. പ്രാണായാമം, ധ്യാനം എന്നിവ മാസത്തിന്റെ സമാധാനത്തിനായി പരീക്ഷിക്കാവുന്നതാണ്. ശനി മീനത്തിൽ നിൽക്കുന്നതിനാൽ മുതിർന്നവർക്ക് സന്ധിവേദനയോ കാലുകൾക്ക് അസ്വസ്ഥതയോ ഒക്കെ വരാനിടയുണ്ട്. അതിനാൽ പതിവ് വ്യായാമം അനിവാര്യമാണ്. പഠനകാര്യങ്ങളിൽ ഉത്തര നക്ഷത്രക്കാർക്ക് നല്ല ശ്രദ്ധ ലഭിക്കുന്ന മാസമാണ്. ബുധൻ മകരത്തിൽ നിൽക്കുന്നതിനാൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിൽ പ്രാരംഭ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. അധ്യാപകരുടെയോ ഉപദേശകരുടെ സഹായം ഇവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. 2026 ജനുവരി 14 സംഭവിക്കുന്ന മകരസംക്രമം കേവലം ഒരു തീയതി മാറ്റമല്ല, മറിച്ച് സൂര്യൻ തൻ്റെ ഉത്തരായന യാത്ര ആരംഭിക്കുന്ന പുണ്യനിമിഷമാണ്. ഉത്തര നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യൻ തന്റെ പുത്രനായ ശനിയുടെ രാശിയിലേക്ക് കടക്കുന്നത് കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുക എന്ന സന്ദേശമാണ് നൽകുന്നത്.
ഈ ദിവസം കേരളത്തിലെ ശബരിമല അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മകരവിളക്ക് ദർശനം ഉത്രം നക്ഷത്രക്കാർക്ക് വലിയ ആത്മീയ ഊർജ്ജം നൽകുന്നു. മകരജ്യോതി ദർശിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നതിനും സഹായിക്കുമെന്ന് വിശ്വാസവുമുണ്ട്. കേരളത്തിൽ സൂര്യൻ പ്രധാന പ്രതിഷ്ഠയായുള്ള ഏക ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. ഉത്തര നക്ഷത്രക്കാർക്ക് സൂര്യദോഷങ്ങൾ മാറാനും ആരോഗ്യത്തിനും ഇവിടെ ദർശനം നടത്തുന്ന അത്യുത്തമമാണ്. നിത്യേനയുള്ള പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദിത്യ പൂജ. ഇത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കുന്നു. കാഴ്ചശക്തി വർദ്ധിക്കാനും ചർമ്മരോഗങ്ങൾ മാറാനും അടനിവേദ്യം വഴിപാട് നടത്തുക. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമാണ് രക്തചന്ദ്ര. ഇത് ശരീരത്തിൽ പൊട്ടുന്നത് രോഗവിമുക്തിക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുൻപ് സൂര്യഗായത്രി 108 തവണ ജപിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം നൽകും. ശനി മീനൻ രാശിയിൽ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശനിദേവനെ എള്ളുതിരി കത്തിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ക്ഷേത്രങ്ങളിൽ നക്ഷത്ര സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നക്ഷത്ര ദോഷങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും സൂര്യന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. 2026 ജനുവരി മാസം ഉത്രം നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളുടെയും പ്രത്യാശയുടെയും മിശ്രിതമായ ഫലങ്ങളാണ് നൽകുന്നത്. കരിയറിലും ബിസിനസ്സിലും പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും വാക്കുകളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. ശനിയുടെയും വ്യാഴത്തിൻ്റെയും നിലകൾ സൂചിപ്പിക്കുന്നത് കഠിനാധ്വാനത്തിന് പരമായി മറ്റൊന്നില്ല എന്നുള്ളതാണ്. ആത്മീയമായ വഴിപാടുകളും സൂര്യദേവന്റെ അനുഗ്രഹവും ഇവ രണ്ടും ചേരുമ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനും ആരോഗ്യം സംരക്ഷിക്കാനും ശ്രദ്ധിച്ചാൽ 2026 ജനുവരി നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമായിരിക്കും.